ഹലോ, അപ്പോൾ ഇന്ന് ഓൾ സ്കിൻ ടൈപ്സിന് പറ്റിയ ഒരു സൺസ്ക്രീനുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ന്യൂ ലോഞ്ച് പിൽഗ്രിമിൻ്റെ ന്യൂ ലോഞ്ച് ആയിട്ടുള്ള ഒരു ഹൈൽറോണിക് ആസിഡ് സൺസ്ക്രീനുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സംഭവം. 1% ഹൈൽറോണിക് ആസിഡ് സൺസ്ക്രീൻ ജെൽ SPF 50+++. എനിക്ക് സാധാരണ എല്ലാ സൺസ്ക്രീൻസും ഒന്നും പറ്റാറില്ല, പക്ഷേ ഇത് സൂപ്പറായിരുന്നു കേട്ടോ. കാരണം എനിക്ക് ഓയിലി ആണ് എൻ്റെ ടെക്സ്ചർ എന്ന് പറയുന്നത്, അതുപോലെ തന്നെ ഭയങ്കര റിയാക്ഷൻ അടിക്കുന്ന ഒരു സെൻസിറ്റീവും കൂടെയാണ്. അപ്പോൾ ഓൾ സ്കിൻ ടൈപ്സിന് വേണ്ടിയിട്ട് ഞാനിത് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. മോസ്റ്റ്ലി എനിക്ക് സൺസ്ക്രീൻസ് എല്ലാം മോയ്സ്ചറൈസേഴ്സ് ആയാലും ഏത് എടുത്താലും എൻ്റെ സ്കിൻ പെട്ടെന്ന് ബേൺ ആവാറുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഭയങ്കര സെൻസിറ്റീവ് ആയതുകൊണ്ട് തന്നെ ഞാനൊരു പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയിരുന്നു. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ടും ചെയ്തപ്പോൾ ഭയങ്കര കംഫർട്ടായിട്ട് ഫീൽ ചെയ്തു. ആ ഒരു ഗ്ലോയി ഡ്യൂയി ഫിനിഷിംഗ് ആണ് ഇത് കിട്ടിയത്. അതുപോലെ തന്നെ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. നമ്മളത് ഒരു സൺസ്ക്രീൻ അല്ലെ എന്തെങ്കിലും ഒരു ക്രീം യൂസ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുകയില്ല. പിന്നെ ഞാൻ ഡയറക്റ്റായിട്ട് അത് ഫേസിൽ അപ്ലൈ ചെയ്യാമെന്ന് കരുതി. ഒരു കുറച്ച് പോർഷനായിട്ടേ എടുത്തിട്ടുള്ളൂ. എൻ്റെ സ്കിൻ ടൈപ്പ് അങ്ങനെ ആയതുകൊണ്ട് കുറച്ച് ഡോട്ട്സ് ഇട്ടു. ആദ്യം ഒന്ന് ചെറുതായിട്ട് യൂസ് ചെയ്ത് നോക്കാമെന്ന് കരുതി. എന്നിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു. പക്ഷേ നല്ലതായിരുന്നു, ഭയങ്കര ലൈറ്റ് വെയ്റ്റ്. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും സൺസ്ക്രീൻസിൽ മസ്റ്റായിട്ടിരിക്കേണ്ട ഒരു സംഭവമാണ് നോ വൈറ്റ് കാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് അങ്ങനൊരു സംഭവമേ ഇല്ല കേട്ടോ. വൈറ്റ് കാസ്റ്റ് തീരെ എനിക്ക് കിട്ടുന്നില്ല. അതുപോലെ തന്നെ നോൺ ഗ്രീസി ആണ്. ഞാൻ ആദ്യം യൂസ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് തോന്നി ഓയിലി, എൻ്റെ ടെക്സ്ചർ ഓയിലിയും കൂടെ ആയതുകൊണ്ട് നല്ല ഗ്രീസി ആയിരിക്കുമെന്ന്. ബട്ട് ഭയങ്കര നോൺ ഗ്രീസി ആണ്. മാത്രമല്ല ഇതൊരു എക്സ്ട്രാ ഇതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ജെൽ ബേസ്ഡ് ആണ് സൺസ്ക്രീൻ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഓയിലി ടെക്സ്ചർ ഉള്ളവർക്ക് എനിക്ക് തോന്നുന്നു ജെൽ ബേസ്ഡ് ആണ്. എനിക്ക് ഭയങ്കര കംഫർട്ടായിട്ട് തോന്നി. ലൈറ്റ് വെയിറ്റ് ആണ്, നോൺ ഗ്രീസി ആണ്. പിന്നെ എന്ന് പറയുന്നത് 50+++ എന്ന് പറയുന്ന ആ ഒരു SPF ആണ് വരുന്നത്. നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു പ്ലംപ് ലുക്കിങ് സ്കിന്നിന് കിട്ടിയതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് യൂസിൽ തന്നെ ഭയങ്കര കംഫർട്ട് ആയതുകൊണ്ട് തന്നെ പുറത്തേക്ക് പോകുമ്പോൾ നമുക്ക് സൺസ്ക്രീൻ കുറച്ചുകൂടെ അല്പം കൂടെ ഒരു പോർഷൻ എടുക്കുന്നതാണ് നല്ലത്. ഞാൻ കുറച്ചുകൂടെ അപ്ലൈ ചെയ്തു. എനിക്ക് നല്ലൊരു കംഫർട്ട് ഫീലിംഗ് ഉണ്ടായിരുന്നു. എൻ്റെ പ്രൈമറി ഇൻഗ്രീഡിയൻറ്റ് വരുന്നത് ഹൈൽറോണിക് ആസിഡ് ആണ്. സെക്കൻഡറി ഇൻഗ്രീഡിയൻറ്റ് വരുന്നത് കൊറിയൻ വൈറ്റ് ലോട്ടസ് ആണ്. വൈറ്റ് ലോട്ടസിന് നമുക്ക് കുറച്ചുകൂടെ ഒരു ബൗൺസി, പ്ലംപ് ആൻഡ് ഒരു ഡ്യൂയി ഫിനിഷിങ് കിട്ടും. ഭയങ്കര ഒരു ഗ്ലോ ആയിരുന്നു സ്കിന്നിന് എനിക്ക് തോന്നിയത് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ. പക്ഷേ ഇതെല്ലാം ഇനിയിപ്പോൾ ഏത് സൺസ്ക്രീൻ ആയാലും നിങ്ങൾ സൺ എക്സ്പോഷറിന് മുൻപായിട്ടൊരു 30 മിനിറ്റ്സ് മിനിമം അതിന് ബിഫോറായിട്ട് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. നിങ്ങൾക്ക് നല്ലൊരു ഫീല് കിട്ടും. പിന്നെ ഡെയിലി ആണെങ്കിൽ ട്വൈസ് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് സൺസ്ക്രീൻസിൽ വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ എനിക്ക് പിൽഗ്രിമിൻ്റെ ഈ ഒരു 1% ഹൈൽറോണിക് ആസിഡിനെ കൊണ്ട് എനിക്ക് തോന്നിയൊരു കാര്യം, ഞാൻ ഇതുവരെ യൂസ് ചെയ്ത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു എക്സ്പേർട്ട് ഫോർമുലേഷൻ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. സൂപ്പർ പ്രൊഡക്റ്റ് ആണ് കേട്ടോ. മറ്റു ആപ്പുകളിലൊക്കെ അവൈലബിൾ ആണ്. എന്നാലും ഞാൻ എൻ്റെ കൂപ്പൺ കോഡ് കൊടുക്കുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് ഡിസ്കവർ പിൽഗ്രിം എന്നുള്ളതിൽ സർട്ടൺ ഡിസ്കൗണ്ട് കിട്ടുന്നതാണ്. എന്തായാലും ഇത് ഞാൻ ഹൈലി റെക്കമെൻഡഡ് ഫോർ ഓൾ സ്കിൻ ടൈപ്സ്, എസ്പെഷ്യലി ഓയിലി ആൻഡ് സെൻസിറ്റീവ് സ്കിൻ ടൈപ്സ് ഉള്ളവർക്ക്. അപ്പോൾ ഇതെനിക്ക് ഒത്തിരി ഇഷ്ടമായൊരു പ്രൊഡക്റ്റാണ്. കൂപ്പൺ കോഡ് എന്തായാലും യൂസ് ചെയ്യണം. മറ്റൊരു വീഡിയോയിലേക്ക് കാണാം. ബൈ ബൈ.